ഹായ് സ്റ്റുഡൻസ്, നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നു. അലോഹ സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കിയുടെ എന്താണ് അമോണിയയെക്കുറിച്ച്. അപ്പോൾ അമോണിയയെക്കുറിച്ച് പറയുമ്പോൾ അമോണിയയുടെ പ്രൊഡക്ഷൻ പറയണം. ദെൻ ലാബിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് പഠിക്കാൻ ഉള്ളൂ. ഹേബർ പ്രോസസ്സിനെ കുറിച്ച് നമുക്കില്ല. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ വ്യാവസായിക നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് പറയാനില്ല. പിന്നെ ലിക്വിഡ് അമോണിയ, ലിക്കർ അമോണിയ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറയണം. ദെൻ റിവേഴ്സിബിൾ റിയാക്ഷനും ഇറിവേഴ്സിബിൾ റിയാക്ഷനും, ഉഭയദിശാ പ്രവർത്തനങ്ങളും ഏകദിശാ പ്രവർത്തനങ്ങളും, ദെൻ രാസസന്തുലനം അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം, ദെൻ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ദെൻ അടുത്ത വരുന്നത് സന്തുലനാവസ്ഥയിൽ ഗാഢതയുടെ സ്വാധീനം, കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ്, ദെൻ പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ സ്വാധീനം, ദെൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയുടെ സ്വാധീനം. അപ്പോൾ ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഇത് മൂന്നിൻ്റെയും എഫക്റ്റ് എന്താണെന്നുള്ളത് കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോക്കസ് ഏരിയ തീരും. ഇനി ഇത് കഴിഞ്ഞ് വരുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണല്ലേ. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സൾഫേറ്റ് ഞങ്ങൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറയാത്തത് കൊണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ എന്തിലേക്ക് പോകാം, ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എങ്ങനെ അമോണിയ നിർമ്മിക്കാം എന്നുള്ളതാണ്. ലാബിൽ എങ്ങനെ അമോണിയ ഉണ്ടാക്കാം, ഹൗ ക്യാൻ യു പ്രൊഡ്യൂസ് ഓർ പ്രിപ്പയർ അമോണിയ ഇൻ ലബോറട്ടറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സിമ്പിളി ഇതിൽ രണ്ട് കാര്യങ്ങൾ, അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും മതി. എന്തൊക്കെ മതി? അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും. സോ ഈ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അമോണിയ കിട്ടും. എന്ത് കിട്ടും? അമോണിയ. സോ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. കാൽസ്യം ക്ലോറൈഡ്, വാട്ടർ പ്ലസ് അമോണിയ. അപ്പോൾ അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ ഹീറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കാൽസ്യം ക്ലോറൈഡും വാട്ടറും അമോണിയയും കിട്ടും. ഓക്കെ. സോ ഈ ഉണ്ടാകുന്ന അമോണിയയെ നമ്മൾ എന്തിലൂടെ കടത്തിവിടുന്നു? ഒരു ഡ്രൈയിങ് ടവറിലൂടെ. എന്തിലൂടെ? ഒരു ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിടും. ഓക്കെ ഓക്കെ ഡ്രൈയിങ് ടവർ. ഈ ഡ്രൈയിങ് ടവറിൽ എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. എന്താണ്? കാൽസ്യം ഓക്സൈഡ്. ഈ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യും? ഈ അമോണിയയിലെ വാട്ടർ കണ്ടന്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ ഹീറ്റ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ എന്തിലൂടെ കടത്തിവിടുന്നു? ഒരു ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിടുന്നു, അല്ലെങ്കിൽ ഒരു ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിടുന്നു. അതിലെന്താണുള്ളത്? കാൽസ്യം ഓക്സൈഡാണ്. ഈ കാൽസ്യം ഓക്സൈഡ് എന്തിനെ അബ്സോർബ് ചെയ്യും? അമോണിയയുടെ മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ അതിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ദെൻ പിന്നെ അത് നോക്കിയേ, അതിൽ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യപ്പെട്ട് ഒരു ഗ്ലാസ് ജാറിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഓക്കെ. ആ ജാറ് എങ്ങനെയാണ് വെച്ചേക്കുന്നത്? ഇൻവേർട്ടഡ് മാനറിലല്ല, അല്ലെങ്കിൽ തലതിരിച്ചല്ലേ വെച്ചേക്കുന്നത് അല്ലേ? ആ ജാറ് നോക്കിക്കഴിഞ്ഞാൽ തലതിരിച്ചല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ അമോണിയ സ്റ്റോർ ചെയ്യാനായിട്ട് ആ ഗ്ലാസ് ജാറ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? തല തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. എന്താണ്? വായുവിനേക്കാളും സാന്ദ്രത കുറഞ്ഞ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? അമോണിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തലതിരിച്ച് വെച്ച് മാത്രമേ അതിനെ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഡെൻസിറ്റി കുറഞ്ഞത് അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞത് എല്ലായ്പ്പോഴും മുകളിലേക്ക് ഉയർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അമോണിയയെ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് അമോണിയയും വാട്ടറും ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ എക്സ്പീരിമെൻ്റ് ആണ്. അത് നമ്മൾ പറയുന്നില്ല. അമോണിയ വാട്ടറും ചേർന്നാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്? അമോണിയ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. എന്താണ് ഉണ്ടാകുന്നത്? അമോണിയ ഹൈഡ്രോക്സൈഡ്. അത് എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. ഓക്കെ. എന്ത് സ്വഭാവമാണ്? ബേസിക സ്വഭാവമാണ്, അല്ലെങ്കിൽ ആൽക്കലൈൻ നേച്ചറാണ്. ആൽക്കലി സ്വഭാവമാണ് ഇതിന്, അമോണിയയ്ക്ക്. ഓക്കെ. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ അമോണിയയും വാട്ടറും ചേർന്ന കഴിയിൽ എന്തുണ്ടാകും? അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. എന്തുണ്ടാകും? അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. ഓക്കെ. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ലിക്വിഡ് അമോണിയയും ലിക്വർ അമോണിയയും. ലിക്വിഡ് അമോണിയ, ലിക്വർ അമോണിയ. ആദ്യം ലിക്വർ അമോണിയയെ കുറിച്ച് പറയാം. വേറെ ഒന്നുമില്ല. ലിക്വർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മദ്യത്തിൻ്റെ കാര്യമായിരിക്കും അല്ലേ? മദ്യത്തിലേക്ക് നമ്മൾ എന്തൊഴിക്കും? വെള്ളമൊക്കെ ഒഴിക്കുന്നത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് ലിക്വർ അമോണിയ. ദ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കാൾഡ് ലിക്വർ അമോണിയ.
അപ്പോൾ എന്താണ് ആ അക്വസ് സൊല്യൂഷൻ, അമോണിയയുടെ അക്വസ് സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ലിക്കർ അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ലിക്കർ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അമോണിയയുടെ അക്വസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ജലീയ ലായനിയെ നമുക്ക് എന്തെന്ന് പറയാം? ലിക്കർ അമോണിയ എന്ന് പറയാം. എന്നാൽ അമോണിയയെ ഹൈ പ്രഷറിൽ, അമോണിയ ഗ്യാസിനെ ഹൈ പ്രഷറിൽ ലിക്വിഫൈ ചെയ്യിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലിക്വിഡ് അമോണിയ എന്ന് പറയാം. എന്ന് പറയാം ലിക്വിഡ് അമോണിയ എന്ന് പറയാം. ഓക്കെ, ഓക്കെ ആണോ? സോ സിംപിളി ലിക്വിഫൈഡ് അമോണിയ നമുക്ക് എന്തെന്ന് പറയാം? ലിക്വിഡ് അമോണിയ എന്ന് പറയും. ദ്രാവക രൂപത്തിലുള്ള അമോണിയ. എങ്ങനെയാണ് ഇതിന് ദ്രാവകമാക്കുന്നത്? ഹൈ പ്രഷറിൽ. ഓക്കെ, സോ ഉയർന്ന മർദ്ദത്തിൽ നമ്മൾ അമോണിയ ഗ്യാസിനെ, അമോണിയ വാതകത്തെ എന്താക്കി മാറ്റും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലേക്ക് മാറ്റും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ലിക്വിഡ് അമോണിയ എന്ന് പറയാം. അപ്പോൾ ദ്രവീകരിച്ച അമോണിയ നമുക്ക് എന്തെന്ന് പറയാം? ലിക്വിഡ് അമോണിയ എന്ന് പറയാം. ലിക്വിഡ് അമോണിയ. സോ ലിക്വിഫൈഡ് അമോണിയ ഈസ് നോൺ ആസ് ലിക്വിഡ് അമോണിയ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിക്കർ അമോണിയയും ലിക്വിഡ് അമോണിയയും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. അടുത്ത പഠിക്കേണ്ടത് റിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങളെക്കുറിച്ച്? ഇത് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് ഇവിടെ ഒരു അമോണിയയിൽ മുക്കി വെച്ച പഞ്ഞിയും അതേപോലെ തന്നെ ഇവിടെ ഒരു HCl മുക്കി വെച്ച പഞ്ഞിയും വെച്ചിട്ട് ഈ രണ്ട് സൈഡും നമ്മൾ അടയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ഈ ഗ്ലാസിൻ്റെ അകത്തൊരു പുക, കട്ടിയുള്ള പുക കാണാൻ പറ്റും. ഇതെന്താണ്? അമോണിയം ക്ലോറൈഡാണ്. എന്താണ്? അമോണിയം ക്ലോറൈഡ്. എന്നാൽ ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുക ഇല്ലാതാകുന്നതായിട്ട് കാണാൻ പറ്റും. അതെന്ത് സംഭവിക്കുന്നത്? ഈ അമോണിയം ക്ലോറൈഡ് അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറുന്നതാണ്. അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഉണ്ടാകുന്ന ആ കട്ടിയുള്ള പുക മാറിപ്പോയി അല്ലെങ്കിൽ കാണാതാകും. ഓക്കെ, അപ്പോൾ ആദ്യം അമോണിയം HCl ചേർന്ന് അമോണിയം ക്ലോറൈഡായിട്ട് മാറി. അതിന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് തിരിച്ച് അമോണിയം HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറി. സോ ഇത്തരം റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെയാണോ? അതായത് രണ്ട് ദിശകളിലേക്ക്. ആ ഒരു എക്സ്പെരിമെൻ്റ് ഞാൻ ഒന്നുകൂടി പറയുന്നില്ല, നമുക്ക് ഉള്ള എക്സാമ്പിൾസ്, ടെക്സ്റ്റിലുള്ള ബാക്കിയുള്ള എക്സാമ്പിൾസ് വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് പറയുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ഈക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് എന്തായിട്ട് മാറുന്നു? അമോണിയ ആയിട്ട് മാറും. എന്തായിട്ട് മാറുന്നു? അമോണിയ. ഈ അമോണിയ തിരിച്ച് എന്തൊക്കെയായിട്ട് മാറും? നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറും. ഇനി സൾഫർ ഡയോക്സൈഡ് രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനായിട്ട് ചേർന്ന് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറും. ഈ സൾഫർ ട്രയോക്സൈഡ് തിരിച്ച് എന്തൊക്കെയായിട്ട് മാറും? ഓക്സിജനും സൾഫർ ഡയോക്സൈഡും ആയിട്ട് മാറും. ഓക്സിജനും സൾഫർ ഡയോക്സൈഡും ആയിട്ട് മാറും. ദെൻ അടുത്ത് നോക്കിയാൽ ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ആയിട്ട് മാറും. തിരിച്ച് ഈ ഹൈഡ്രജൻ അയഡൈഡ് എന്തൊക്കെയായിട്ട് മാറും? ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറും. ഇങ്ങനെ ഇരു ദിശകളിലേക്കും രണ്ട് ഡയറക്ഷനിലേക്കും നടക്കുന്ന റിയാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം. എന്തെന്ന് പറയാം? റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇതിനെ എങ്ങനെ സൂചിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത്രയും നാൾ ഇട്ട് വന്നിരുന്ന ഇങ്ങനത്തെ ആരെയാണ് അല്ലേ? ഇവിടെ റിയാക്റ്റൻ്റ്, ഇവിടെ പ്രോഡക്റ്റ്, ഇവിടെ അഭികാരങ്ങളും ഇവിടെ ഉൽപ്പന്നങ്ങളും. എന്നാൽ റിവേഴ്സിബിൾ റിയാക്ഷനെ സൂചിപ്പിക്കുന്ന അങ്ങനെയല്ല. ഈ ഒരു സിമ്പിൾ കൊണ്ടാണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്നത്, ഇത് തിരിച്ചു വരുന്നത്, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. ഇത് നോക്കിയാൽ മതി. സോ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? റിവേഴ്സിബിൾ റിയാക്ഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? റിവേഴ്സിബിൾ റിയാക്ഷൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി നമ്മൾ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഇല്ലേ, അതിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് എന്തായിട്ട് മാറും? അമോണിയം ക്ലോറൈഡായിട്ട് മാറും. ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അമോണിയം ക്ലോറൈഡിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് എന്തായിട്ട് മാറും? അമോണിയം HCl ആയിട്ട് മാറും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? NH3+ HCl gives NH4Cl. ഓക്കെ, സോ ഇതാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? റിവേഴ്സിബിൾ റിയാക്ഷനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ എന്ന് പറയും.
ഇതിൽ റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റായിട്ട് മാറുന്നതിന് അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം എന്ന് പറയും. ഇതെന്ന് പറയും ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം എന്ന് പറയും. അപ്പം റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റായിട്ട് മാറുന്ന റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം എന്ന് പറയും. അഭികാരങ്ങൾ ഉൽപ്പന്നമായി മാറുന്നതിന് പുരോപ്രവർത്തനം എന്ന് പറയും. എന്നാൽ തിരിച്ച് ഈ ഉൽപ്പന്നം അഭികാരകങ്ങളായിട്ട് മാറുന്നതിന് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത്പ്രവർത്തനം എന്ന് പറയും. അപ്പോൾ തിരിച്ച് പ്രോഡക്റ്റുകൾ റിയാക്റ്റൻറ്റുകളായിട്ട് മാറുന്ന റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത്പ്രവർത്തനം എന്ന് പറയും. ഓക്കെയാണ്, ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പുരോപ്രവർത്തനം ഏതാണ്? ഇത്. ഫോർവേഡ് റിയാക്ഷൻ ഏതാണ്? ഇത്. ഇനി പശ്ചാത്പ്രവർത്തനം അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണ്? അമോണിയം ക്ലോറൈഡ് അമോണിയയും HCl-ആയിട്ട് മാറും. ഓക്കെയാണോ? ഇനി നമുക്ക് ബാക്കിയുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇതിൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ആയിട്ട് മാറുന്നത് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം. തിരിച്ച് അമോണിയ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത്പ്രവർത്തനം. അപ്പോൾ അതേപോലെ ഇത് രണ്ടും നമുക്കറിയാമല്ലോ അല്ലേ? സൾഫർ ഡയോക്സൈഡ് ഓക്സിജനായിട്ട് ചേർന്ന് സൾഫർ ട്രയോക്സൈഡായിട്ട് മാറുന്നത് പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ. തിരിച്ച് സൾഫർ ട്രയോക്സൈഡ് ഓക്സിജനും സൾഫർ ഡയോക്സൈഡായിട്ട് മാറുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത്പ്രവർത്തനം. അതേപോലെ തന്നെ ഹൈഡ്രജനും അയഡൈനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡായിട്ട് മാറുന്നത് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം. തിരിച്ച് ഹൈഡ്രജൻ അയഡൈഡ് ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറുന്നത് പശ്ചാത്പ്രവർത്തനം അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉഭയദിശാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്ത് വെക്കാമല്ലോ. എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചത്. അടുത്തത് ഏകദിശാ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ്. നോക്കിയടെ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു. തിരിച്ച് കാർബൺ ഡയോക്സൈഡ് കാർബണും ഓക്സിജനായിട്ട് മാറുന്നോ? ഇല്ല. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും ചേർന്ന് സോഡിയം നൈട്രേറ്റും സിൽവർ ക്ലോറൈഡുമായിട്ട് മാറും. ഇത് തിരിച്ചാവുന്നുണ്ടോ? ഇല്ല. ഇത്തരം റിയാക്ഷൻസിനെയാണ് ഏകദിശാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറും, എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾ തിരിച്ച് എന്തായിട്ട് മാറില്ല? അഭികാരകങ്ങളായി മാറില്ല. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഏകദിശാ പ്രവർത്തനങ്ങൾ. സോ റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റായിട്ട് മാറും, തിരിച്ച് പ്രോഡക്റ്റ് എന്തായിട്ട് മാറില്ല? റിയാക്റ്റൻറ്റുകളായിട്ട് മാറില്ല. ഇത്തരം റിയാക്ഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം. സോ നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്നത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ എന്തുകൂടി പഠിച്ചു? റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനങ്ങൾ കൂടി പഠിച്ചു. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഈ മൂന്നെണ്ണം. ഇനി ഇറിവേഴ്സിബിൾ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾ കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അല്ലെങ്കിൽ ഏകദിശാ പ്രവർത്തനങ്ങളുടെ എക്സാമ്പിൾ കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവേഴ്സിബിൾ റിയാക്ഷനും ഇറിവേഴ്സിബിൾ റിയാക്ഷനും, ഉഭയദിശാ പ്രവർത്തനങ്ങളും ഏകദിശാ പ്രവർത്തനങ്ങളും. ഓക്കെ, അടുത്തത് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനം നടക്കുന്നത് ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലാണ്. ശ്രദ്ധിച്ച്, എക്സ് ആക്സിസ് ടൈം അല്ലെങ്കിൽ സമയം, വൈ ആക്സിസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? അമോണിയ ആയിട്ട് മാറുന്നു. ഈ ഒരു ഇക്വേഷൻ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം. അപ്പോൾ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നൈട്രജനും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും മാക്സിമം ആയിരിക്കും. അവിടെ അമോണിയ ഉണ്ടോ? ഇല്ല. സോ ഇവിടെ എന്താ? നൈട്രജനും ഹൈഡ്രജനും മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും മാക്സിമം ആകുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കും മാക്സിമം ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പോയിന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നതനുസരിച്ച് പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് കുറഞ്ഞു വരും അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഇത് കുറഞ്ഞു വരും.
കാരണം എന്താണ്, ആദ്യം ഉണ്ടായിരുന്ന അത്രയും നൈട്രജൻ ഹൈഡ്രജൻ പിന്നീടുണ്ടോ? ഇല്ല, കാരണം അവിടെ അമോണിയ ഉണ്ടായി തുടങ്ങി, ഇല്ലേടെ. സോ ഇങ്ങനെ അമോണിയ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് റിയാക്ഷൻ നടക്കും? അമോണിയ ഉണ്ടാകുന്നതനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ, പശ്ചാത് പ്രവർത്തനം നടക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും, അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം നടക്കും. പറഞ്ഞു മനസ്സിലായോ? സോ എന്ത്, അമോണിയ ഉണ്ടാകുന്നതനുസരിച്ച് ഇവിടെ പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് കൂടി. ഓക്കെ, അപ്പോൾ പുരോപ്രവർത്തനത്തിൻ്റെ റേറ്റ് അല്ലെങ്കിൽ നിരക്ക് കുറയുന്നതനുസരിച്ച് പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്ക് കൂടി വരും. കാരണം എന്താണ്, പുരോപ്രവർത്തനം നടക്കുന്നതനുസരിച്ച് അവിടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം ഉണ്ടാകുന്നു. ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയത് കാരണം ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനം നടക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേഗത അല്ലെങ്കിൽ നിരക്ക് കൂടും. എന്നാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന ടൈമിൽ, എ എന്ന് പറയുന്ന പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന ടൈമിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ അല്ലെങ്കിൽ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ നിരക്കും ഈക്വൽ ആയിട്ട് വരും. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിയാക്ഷൻ എന്തിലെത്തിയെന്ന് പറയാം? കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ രാസസന്തുലനത്തിൽ എത്തി എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അത് സന്തുലനാവസ്ഥ പ്രാപിച്ചു അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? എപ്പോഴാ പറയുന്നേ? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ്, പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും നിരക്ക് തുല്യമാകുമ്പോൾ റേറ്റ്. സോ ഓർത്ത് വയ്ക്കാനുള്ളത് ആ ഒരു വേർഡാണ്, നിരക്ക്. അതായത് അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറുന്ന സ്പീഡും തിരിച്ച് ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറുന്ന നിരക്കും തുല്യമാണെങ്കിൽ, അല്ലാതെ അഭികാരകത്തിൻ്റെ അളവും ഉൽപ്പന്നത്തിൻ്റെ അളവും തുല്യം എന്നല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റ് ആകുന്ന സ്പീഡ് അല്ലെങ്കിൽ റേറ്റും തിരിച്ച് പ്രോഡക്റ്റ് റിയാക്റ്റൻറ്റുകളാകുന്ന റേറ്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എത്തി എന്ന് പറയാം. ഇതെന്ന് പറയാം, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു എന്ന് പറയാം. അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്കും തുല്യമായി വരുന്ന ഘട്ടത്തെ നമുക്ക് എന്തെന്ന് പറയാം? ആ ഒരു സ്റ്റേജിനെ നമുക്ക് രാസസന്തുലനം അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു ഡെഫിനേഷനായിട്ട് പറയുന്നതേ ഉള്ളൂ. കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻ എ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആകുന്ന സ്റ്റേജിനെ നമുക്ക് എന്തെന്ന് പറയാടേ? കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ രാസസന്തുലനം എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ. നിങ്ങൾ ഓർത്ത് വയ്ക്കണം, ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡുമാണ് ഈക്വൽ. അല്ലാതെ അഭികാരകത്തിൻ്റെ അളവും ഉൽപ്പന്നത്തിൻ്റെ അളവും അല്ലെങ്കിൽ റിയാക്റ്റൻ്റെ അളവും പ്രോഡക്റ്റിൻ്റെ അളവുമല്ല. ഇവ അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറുന്ന സ്പീഡും തിരിച്ചുൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറുന്ന സ്പീഡും ആ ഒരു റേറ്റുമാണ് എന്ത്? ഈക്വൽ എന്ന് പറയും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാൻ. ഓക്കെ ഓർത്തിരിക്കാമല്ലോ. ഇനി ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ അല്ലെങ്കിൽ രാസസന്തുലനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ റിയാക്റ്റൻറ്റുകളും കാണും, പ്രോഡക്റ്റുകളും കാണും. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നുണ്ടെങ്കിൽ കോ എക്സിസ്റ്റ് ചെയ്യപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് റിയാക്റ്റൻറ്റുകൾ ചേർന്ന് പ്രോഡക്റ്റ് ആവുന്നു, പ്രോഡക്റ്റ് ചേർന്ന് റിയാക്റ്റൻറ്റുകളാവുന്നു. ഇവരുടെ റേറ്റ് സ്പീഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ റേറ്റ് സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഈക്വൽ ആകണമെങ്കിൽ അവിടെ എന്ത്? റിയാക്റ്റൻറ്റുകളും കാണണം, പ്രോഡക്റ്റുകളും കാണണം, അഭികാരങ്ങളും കാണണം, ഉൽപ്പന്നങ്ങളും കാണണം. അപ്പോൾ അത് നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ? സോ ഇക്വിലിബ്രിയത്തിൽ അഭികാരങ്ങളും കാണും, ഉൽപ്പന്നങ്ങളും കാണും, ഒരേ സമയം കാണും, ഇല്ലേടേ?
അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും, ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും, പ്രോഡക്റ്റുകൾ റിയാക്റ്റൻറ്റുകളും ആയിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ സന്തുലനാവസ്ഥയിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും തുല്യമായിരിക്കും. സോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ബിക്കം ഈക്വൽ. അത് നമ്മൾ പറഞ്ഞു. ആ ഒരു സ്റ്റേജിനാണല്ലോ നമ്മൾ എന്തെന്ന് പറയുന്നത്, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലേ? അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തത് രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് അറ്റ് മോളിക്കുലാർ ലെവൽ. അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റ് അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. തിരിച്ച് പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ തന്മാത്രകൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കും. അതാ പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് അറ്റ് മോളിക്കുലാർ ലെവൽ. രാസസന്തുലനം തന്മാത്രാതലത്തിൽ ഗതികമാണ്. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റംസ്. ഒരു സമൃദ്ധ വ്യൂഹത്തിലാണ് രാസസന്തുലനം കൈവരിക്കുന്നത്. ഇതാ നോക്കിയേ, ഇതാ ഒരു സിസ്റ്റത്തിൽ റിയാക്ഷൻ നടക്കും. ഇതിലേക്ക് നമ്മളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യാനും പാടില്ല, തിരിച്ച് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനും പാടില്ല. സോ ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? രാസസന്തുലനം കെമിക്കൽ ഇക്വിലിബ്രിയം നടക്കത്തുള്ളൂ. ഓക്കെ, സോ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ഇൻ ക്ലോസ്ഡ് സിസ്റ്റംസ്. ഒരു സമൃദ്ധ വ്യൂഹത്തിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? രാസസന്തുലനം നടക്കത്തുള്ളൂ. ഓക്കെ, സിസ്റ്റം തന്നെ ഒരുപാടുണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. തൽക്കാലം നിങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? കെമിക്കൽ ഇക്വിലിബ്രിയം നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാനായിട്ട്. അടുത്തത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലേ ഷാറ്റ്ലിയർ തത്വമാണ്. സംഭവം പറയുന്ന വേറൊന്നുമില്ല, ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കേസാണ് പറയുന്നത്. വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ or temperature of a system at equilibrium is changed, the system will readjust itself so as to nullify the effect of that change and attain a new state of equilibrium. അതായത് സന്തുലനാവസ്ഥയിലുള്ളൊരു വ്യൂഹത്തിൻ്റെ ഗാഢത, കോൺസെൻട്രേഷൻ, മർദ്ദം, പ്രഷർ, താപനില, ടെമ്പറേച്ചർ, ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചേഞ്ച് ചെയ്യും? ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യും. എന്നാൽ ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യാൻ, അതിൻ്റെ എഫക്റ്റ് ഇല്ലായ്മ ചെയ്യാൻ അത് സ്വയം അറേഞ്ച് ചെയ്ത്, ആ ഒരു സിസ്റ്റം സ്വയം അറേഞ്ച് ചെയ്ത് പുതിയ ഒരു സന്തുലനാവസ്ഥയിലെത്തുന്നു, പുതിയ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തുന്നു. ഇതാണ് എന്തെന്ന് പറയുന്ന ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാ? കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത, പ്രഷർ അല്ലെങ്കിൽ മർദ്ദം, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില, ഇവയിൽ ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം മാറും. എന്നാൽ ഈ എഫക്റ്റ് ഇല്ലാതാക്കാനായിട്ട് അത് സ്വയം അറേഞ്ച് ചെയ്ത് പുതിയ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലേ ഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതുകൂടിയാകുമ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ളത് തീരും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥയിലെ ഗാഢതയുടെ സ്വാധീനം. അപ്പോൾ നമുക്ക് സന്തുലനാവസ്ഥയിലിരിക്കുന്ന ഒരു സിസ്റ്റം നോക്കാം. എക്സാമ്പിൾ, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ആകുന്ന സ്പീഡും അല്ലെങ്കിൽ ആ ഒരു നിരക്കും തിരിച്ച് അമോണിയ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നൊരു നിരക്കും തുല്യമാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്ന് പറയാം. അവിടെ എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അമോണിയ ഉണ്ട്, ഉണ്ടല്ലോ. സോ അത് ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തി. അങ്ങനെയാണെങ്കിൽ ഞാനിതിൽ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്. എന്തിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു? നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയം തെറ്റിയല്ലോ, ഇക്വിലിബ്രിയം ചേഞ്ച് ആയി. എങ്കിൽ ഇത് എന്ത് അറേഞ്ച്മെൻ്റാണ് നടത്താനുള്ളത്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ, പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ ഇത് എന്ത് അറേഞ്ച്മെൻറ്റ് നടത്തണോടെ? നമ്മൾ എക്സ്ട്രാ കൊടുത്ത നൈട്രജനെ ഇല്ലാതാക്കണം, അല്ലേ? എക്സ്ട്രാ കൊടുത്ത നൈട്രജനെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. സോ എക്സ്ട്രാ കൊടുത്ത നൈട്രജനെ ഇല്ലാതാക്കണമെങ്കിൽ ആ നൈട്രജൻ എന്തായിട്ട് മാറിയാൽ മതി? ഉപയോഗപ്പെട്ടാൽ പോരെ, അല്ലെങ്കിൽ അതിനെ അങ്ങ് ഉപയോഗിച്ചാൽ പോരെ? എക്സ്ട്രാ കൊടുത്ത നൈട്രജനെ അങ്ങ് യൂസ് ചെയ്താൽ പോരെ? ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് നടക്കണം? നൈട്രജൻ അവിടെ ഉള്ള ഹൈഡ്രജനുമായിട്ട് ചേർന്ന് എന്തായിട്ട് മാറണം? അമോണിയ ആയിട്ട് മാറണം, അല്ലേ? അപ്പോൾ നൈട്രജനെ ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ നൈട്രജൻ എന്തായിട്ട് മാറണം? അമോണിയ ആയിട്ട് മാറണം. സോ അമോണിയ ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഹൈഡ്രജൻ വേണ്ടേ? അവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ട്. കാരണം ഇത് ഏത് റിയാക്ഷനാണ്?
റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഉഭയദിശാ പ്രവർത്തനമാണ്. അവിടെ എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, അമോണിയ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ അളവ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഹൈഡ്രജനുമായിട്ട് ചേർന്ന് അത് കൂടുതൽ എന്തായിട്ടും മാറും? അമോണിയ ആയിട്ട് മാറും. അപ്പോൾ ഏത് റിയാക്ഷൻ്റെ? ഫോർവേഡ് റിയാക്ഷൻ്റെ അല്ലെങ്കിൽ പുരോപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി നോക്കിയാൽ ഹൈഡ്രജൻ്റെ അളവാണ് കൂട്ടുന്നതെങ്കിലോ? ഹൈഡ്രജൻ്റെ അളവാണ് കൂട്ടുന്നതെങ്കിൽ സെയിം അല്ലേ സംഭവിക്കുന്നേ? ഹൈഡ്രജൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അളവ് കുറയ്ക്കണ്ടേ? ഹൈഡ്രജൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ നൈട്രജനുമായിട്ട് ചേർന്ന് എന്തായിട്ടും മാറണം? അമോണിയ ആയിട്ട് മാറും. അവിടെയും ഏത്? ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനത്തിൻ്റെ നിരക്ക് കൂടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അവിടെ? അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ അളവ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ അളവ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇക്വിലിബ്രിയം ചേഞ്ച് ആകും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് മാറ്റണമെങ്കിൽ ആ കൊടുത്തതിനെ ഇല്ലാതാക്കണം. അങ്ങനെ എന്ത് ചെയ്താൽ മതി? അത് ഉപയോഗപ്പെടുത്തിയാൽ പോരെ. അപ്പോൾ നൈട്രജനായാലും ഹൈഡ്രജനായാലും അവിടെ ഉള്ളതുമായിട്ട് റിയാക്ട് ചെയ്ത് കൂടുതൽ എന്തുണ്ടായാൽ മതി? അമോണിയ ഉണ്ടായാൽ മതി. സംഭവം രണ്ടും മനസ്സിലായോ? ഇനി ഒന്ന് നോക്കിയേ, ഞാൻ അമോണിയയാണ് കൂടുതൽ കൊടുക്കുന്നത്. ഏതാണ്? അമോണിയ കൂടുതൽ കൊടുക്കും. അമോണിയ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ചേഞ്ച് ആകൂലേ? അപ്പോൾ ആ കൊടുത്ത അമോണിയയെ നമുക്ക് ഇല്ലാതാക്കണം. കൊടുത്ത അമോണിയ ഇല്ലാതാക്കണമെങ്കിൽ ആ അമോണിയ നൈട്രജൻ ഹൈഡ്രജനായിട്ട് മാറിയാൽ പോലെ. അപ്പോൾ ഏത് റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്ക് അല്ലേ? അമോണിയ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ വേഗം നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറും. അപ്പോൾ ഏതിൻ്റെ നിരക്ക്? പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്ക് കൂടും. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ മൂന്നും കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ പറഞ്ഞു. ഇനി ഒന്ന് കുറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അമോണിയയുടെ അളവ് കുറഞ്ഞു. അമോണിയയുടെ അളവ് കുറയുമ്പോഴത്തേക്ക് അവിടെ ഇക്വിലിബ്രിയം ചേഞ്ച് ആയില്ലേ? അപ്പോൾ ഇക്വിലിബ്രിയം ചേഞ്ച് ആയി. അപ്പോൾ ഉണ്ടാകുന്ന അമോണിയ നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അമോണിയയുടെ അളവ് അവിടെ കുറയുന്നു. അപ്പോൾ അവിടുത്തെ ഇക്വിലിബ്രിയം ചേഞ്ച് ആകും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് മാറണമെങ്കിൽ കൂടുതൽ എന്തുണ്ടാകണം? അമോണിയ ഉണ്ടാകണം. കൂടുതൽ അമോണിയ ഉണ്ടാകണമെങ്കിൽ അവിടെ ഉള്ള നൈട്രജൻ ഹൈഡ്രജൻ ചേർന്ന് എന്തായിട്ട് മാറണം? അമോണിയ ആയിട്ട് മാറണം. ഉള്ള നൈട്രജൻ ഹൈഡ്രജൻ ചേർന്ന് എന്തായിട്ട് മാറണം? അമോണിയ ആയിട്ട് മാറണം. പറഞ്ഞു മനസ്സിലായോ? ഇനി നമ്മൾ ഹൈഡ്രജൻ്റെ അളവ് കുറയുന്നു. ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ അളവ് കൂട്ടണം. ഹൈഡ്രജൻ്റെ അളവ് കൂട്ടണമെങ്കിൽ ഉള്ള അമോണിയ എന്തൊക്കെയായിട്ട് മാറണം? നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഹൈഡ്രജൻ്റെ അളവ് കുറഞ്ഞാലും നൈട്രജൻ്റെ അളവ് കുറഞ്ഞാലും എന്ത് സെയിം അവസ്ഥ തന്നെയാണ്. ഏത്? ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനത്തിൻ്റെ നിരക്ക്. ഓക്കെയാണോ? സോ പറഞ്ഞ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒന്നിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അവിടെ ഉപയോഗപ്പെടും. ഇനി ഇതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ശ്രമിക്കുക? അത് കൂട്ടാൻ ശ്രമിക്കുക. അപ്പോൾ അത് കൂടുതൽ ഉണ്ടാകുന്ന റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇത് വെച്ച് ഈ ടേബിളൊന്ന് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയാൽ മതി. പറഞ്ഞത് വെച്ചേ ഈ ടേബിളൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക. അതിൻ്റെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഫില്ല് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ പറഞ്ഞത് മനസ്സിലായി എന്നർത്ഥം. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. അടുത്തത് പ്രഷറും കെമിക്കൽ ഇക്വിലിബ്രിയവും, സന്തുലനാവസ്ഥയും മർദ്ദവും. ഓക്കെ, സോ ഇവിടുത്തെ ഇക്വേഷൻ ശ്രദ്ധിച്ചേളെ. നൈട്രജൻ N2 plus 3H2 gives 2NH3. ഇക്വേഷൻ ശ്രദ്ധിച്ചല്ലോ. ഒരു നൈട്രജൻ 3 ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് ചേർന്ന് 2 അമോണിയ മോളിക്യൂളായിട്ട് മാറി. സോ 3 1 4 റിയാക്റ്റൻറ്റുകൾ എത്രയായിട്ട് മാറി? 2 പ്രോഡക്റ്റായിട്ട് മാറി. തിരിച്ചു നോക്കുകയാണെങ്കിൽ 2 പ്രോഡക്റ്റ് 4 റിയാക്റ്റൻറ്റുകളായിട്ട് മാറി. സോ ഇവിടെ ശ്രദ്ധിച്ചേ, ഒരേപോലുള്ള 2 പെട്ടി എടുത്തു. ഇതിൽ ഞാൻ 4 ബലൂൺ ഇട്ട് വെച്ചു. ഇതിൽ 2 എണ്ണേ ഉള്ളൂ. ഏതിലായിരിക്കും മർദ്ദം കൂടുതൽ? 4 ഇട്ട് വെച്ചാലല്ലേ മർദ്ദം കുറവ്. ഏതായിരിക്കും? 2 ഇട്ട് വെച്ചിട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ അഭികാരങ്ങൾ എത്ര ഉണ്ട്? 4. ഉൽപ്പന്നം എത്രയാണ്? 2. സോ 4 2 ആകും അല്ലേ? ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനത്തിൽ 4 മോളിക്യൂളുകൾ 2 മോളിക്യൂളായിട്ട് മാറും. തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷനിൽ
2 മോളിക്യൂളുകൾ 4 മോളിക്യൂളായിട്ട് മാറും. അല്ലേടെ? ആണല്ലോ. അപ്പോൾ ഇവിടെ എവിടെയാണ് പ്രഷർ കൂടുന്ന റിയാക്ഷൻ? 2 4 ആകുമ്പോഴാണോ പ്രഷർ കൂടുന്നത്? 4 2 ആകുമ്പോഴാണോ പ്രഷർ കൂടുന്നത്? സിംപിളി 2 4 ആകുമ്പോൾ. സോ ശ്രദ്ധിച്ചോളുക, ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ എന്ത് കൂടുന്നതാണ്? പ്രഷർ കൂടുന്ന റിയാക്ഷൻ. 2 4 ആവുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഫോർവേഡ് റിയാക്ഷൻ 4 2 ആവുകയല്ലേ ചെയ്യുന്നത്. 4 മോളിക്യൂൾ 2 മോളിക്യൂൾ ആവുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? പ്രഷർ കുറയുന്നു. അല്ലേടെ? അപ്പോൾ ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും അവിടെ ഏതാണ് പ്രഷർ കൂടുന്നത്, ഏതാണ് പ്രഷർ കുറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കെമിക്കൽ ഇക്വേഷൻ നോക്കുക, അവിടെ മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടെത്തുക, എവിടെയാണ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതൽ, എവിടെയാണ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറവ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയുകയാണെങ്കിൽ അവിടെ മർദ്ദം കുറയുന്നു, മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കൂടുന്നു. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി ചില ഇക്വേഷൻസ് വരും രണ്ട് സൈഡിലും, റിയാക്ടൻ്റ് അല്ലെങ്കിൽ അഭികാരകത്തിൻ്റെ സൈഡിലും ഉൽപ്പന്നത്തിൻ്റെ സൈഡിലും ഒരേ എണ്ണമായിരിക്കും. അവിടെ എന്ത് നടക്കുമെന്നും നമുക്ക് പറയാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഇതൊന്ന് പറയാമല്ലോ അല്ലേ. മർദ്ദം ഞാൻ കൂടുതൽ കൊടുക്കുന്നു, പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കുന്നു. എന്ത് സംഭവിക്കും? പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനു ശ്രമിക്കും? കുറയ്ക്കുവാൻ ശ്രമിക്കും അല്ലേ. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനു ശ്രമിക്കും? കുറയ്ക്കുവാൻ ശ്രമിക്കും. പ്രഷർ കുറയ്ക്കണമെങ്കിൽ എന്ത് നടക്കണം? പ്രഷർ കുറയുന്ന റിയാക്ഷൻ. പ്രഷർ കുറയുന്ന റിയാക്ഷൻ ഏതാണേ? 4 2 ആകുന്നതല്ലേ അല്ലേ. 4 2 ആകുന്ന ഏത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ മർദ്ദം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ കൂടും? ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം കൂടും. കാരണം എത്ര റിയാക്റ്റൻ്റ്? 4 റിയാക്റ്റൻ്റ് കൊണ്ട് 2 മോളിക്യൂളുണ്ട്. സോ 4 റിയാക്റ്റൻ്റുകൾ 2 മോളിക്യൂളായിട്ട് മാറുമ്പോൾ അവിടെ മർദ്ദം കുറയുന്നു. അപ്പോൾ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ ശ്രമിക്കും. ഏത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം നടക്കും. ഇനി മർദ്ദം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ മർദ്ദം കൂട്ടാൻ ശ്രമിക്കും. മർദ്ദം കൂടുന്ന റിയാക്ഷൻ ഏതാ? 2 4 ആകുന്നത്. അത് ഏത് റിയാക്ഷനാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ. എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ? അപ്പോൾ സിമ്പിൾ അല്ലേ? പ്രഷറാണ് പറയാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് അല്ലേ. ഇത്രയേ ഉള്ളൂ പ്രഷറിൻ്റെ എഫക്റ്റ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു ഇക്വേഷൻ നോക്കിയടേ, ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡായിട്ട് മാറുന്നു. ഇവിടെ എത്ര ഹൈഡ്രജൻ മോളിക്യൂളുണ്ട്? ഒരു ഹൈഡ്രജൻ തന്മാത്ര, ഒരു അയഡിൻ തന്മാത്ര. എത്ര ഹൈഡ്രജൻ അയഡൈഡ്? 2 ഹൈഡ്രജൻ അയഡൈഡ്. അതായത് ഇവിടെ 2 റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ 2 പ്രോഡക്റ്റായിട്ട് മാറുന്നു. 2 അഭികാരക തന്മാത്രകൾ 2 ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു. സോ ഇങ്ങനെയുള്ളിടത്ത് എന്തിന് സ്വാധീനമില്ല? പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന് സ്വാധീനമില്ല. കാരണം റിയാക്റ്റൻ്റും പ്രോഡക്റ്റിനും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ, തന്മാത്രകളുടെ എണ്ണം തുല്യമല്ലേ. സോ ഇങ്ങനെയുള്ളിടത്ത് എന്തില്ല? പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തിന് സ്വാധീനം ഇല്ല. ഓക്കെ. സോ പ്രഷർ വിൽ നോട്ട് ഹാവ് എനി എഫക്റ്റ് ഓൺ കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ കേസിൽ, ഇങ്ങനെയുള്ള കേസിൽ പ്രഷറിന് എന്ത് കാണത്തില്ല? കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഒരു എഫക്റ്റും കാണത്തില്ല. അത് ഓർത്ത് വെച്ച്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം, അമോണിയയുടെ നിർമ്മാണത്തിൽ 180 മുതൽ 300 വരെ 150 to 300 അത്രയും ഹൈ പ്രഷറാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നത് ഏതാ? പ്രഷർ കുറയുന്ന റിയാക്ഷൻ അല്ലേ. പ്രഷർ കുറയുന്ന റിയാക്ഷനാണ്. അതുകൊണ്ട് ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രഷറിനെ കുറിച്ച് പറയാൻ. അപ്പോൾ പ്രഷറിന് എഫക്റ്റ് ഇല്ലാത്തത് എവിടെയാണെന്ന് കൂടി ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അതിനൊരു എക്സാമ്പിൾ കൊണ്ട് ഹൈഡ്രജൻ അയഡിൻ ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡായിട്ട് മാറുന്നത് അതുകൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണോ? അടുത്തത് ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥയും താപനിലയും. സോ ഈ താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന 2 ടൈപ്പ് റിയാക്ഷനാണ്. എൻഡോതെർമിക് റിയാക്ഷനും എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്നത്, എന്ന് നിങ്ങൾ ചോദി അകത്തേക്ക് പോകുന്ന താപം ആഗിരണം. സോ എന്തെന്ന് പറയാം?
താപ ആഗിരണ പ്രവർത്തനങ്ങൾ. സോ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപം ആഗിരണം ചെയ്യുന്ന അല്ലെങ്കിൽ താപം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ. ഇനി എക്സോതെർമിക് എക്സിറ്റ്, എന്താണ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നത്? താപമോചക പ്രവർത്തനങ്ങൾ. എന്താണ്? താപമോചക പ്രവർത്തനങ്ങൾ. സോ താപം എന്ന് കേട്ടാൽ ഓർക്കേണ്ടത് രണ്ട് റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് പ്രവർത്തനങ്ങളാണ്. എൻഡോതെർമിക് റിയാക്ഷനും എക്സോതെർമിക് റിയാക്ഷനും. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ താപം ആഗിരണം ചെയ്യുന്നു, ഉള്ളിലേക്ക് എടുക്കുന്നു. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ താപമോചക പ്രവർത്തനം. ഇനി നോക്കിയേ, ഇവിടെ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയയും താപവും ഉണ്ടാകുന്നു. അതേത് റിയാക്ഷനാണ്? സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയയും താപവും ഉണ്ടാകുന്നു. അതേതാണ്? എക്സോതെർമിക് റിയാക്ഷൻ അല്ലേ? താപമോചക പ്രവർത്തനമല്ലേ? ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, അമോണിയയും താപവും ചേർന്ന് നൈട്രജനും ഹൈഡ്രജനും ആയിട്ട് മാറുന്നു. അപ്പോൾ അമോണിയയും താപവും ഹീറ്റും ചേർന്ന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയാം? എൻഡോതെർമിക് അല്ലെങ്കിൽ താപ ആഗിരണ പ്രവർത്തനം എന്ന് പറയാം. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ മോചക പ്രവർത്തനം ഏതാണേ? ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണല്ലേ? ആണല്ലോ. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ എന്താ? ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ. താപം ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനാണ്. ഇനി ശ്രദ്ധിച്ചേടെ, ഞാനിവിടെ ഹീറ്റ് ഒരുപാടങ്ങ് കുറച്ച് കൊടുക്കുകയാണ്. ഹീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം ചേഞ്ച് ആകുമല്ലോ. തിരിച്ച് ഇക്വിലിബ്രിയം എത്തണമെങ്കിൽ ഹീറ്റ് അവിടെ ഉണ്ടാകണം. ഹീറ്റ് ഉണ്ടാകണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഹീറ്റിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് റിയാക്ഷൻ നടക്കണം? എക്സോതെർമിക് റിയാക്ഷൻ നടക്കണം. അതായത് ഇവിടെ ഏത് നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. ഇനി തിരിച്ചും ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ ഹീറ്റ് അല്ലെങ്കിൽ താപം കൂട്ടി, 10 വേണ്ടടുത്ത് ഞാൻ 100 കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഇക്വിലിബ്രിയം തെറ്റില്ലേ? അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യണം? അതിൻ്റെ താപം കുറയ്ക്കണം. 100ൽ നിന്ന് തിരിച്ച് 10 ആക്കിക്കൊണ്ട് വരണം. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ചുകൊണ്ട് വരണമെങ്കിൽ താപം അവിടെ ഉപയോഗപ്പെടുത്തണ്ടേ? അപ്പോൾ ഏത് റിയാക്ഷൻ നടക്കും? എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും. ഇവിടെ ഏത് റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. പറഞ്ഞ മനസ്സിലായോ? സോ ഇതും വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഹീറ്റ് എവിടെ യൂസ് ചെയ്യപ്പെടുന്നു, എവിടെ അത് പുറത്തേക്ക് വിടുന്നു എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. എൻഡോതെർമിക് റിയാക്ഷൻ ഏത്, എക്സോതെർമിക് റിയാക്ഷൻ ഏതെന്ന് മാത്രം എന്ത് ചെയ്യുക? ഇക്വേഷനിൽ കണ്ടുപിടിക്കുക. ഹീറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടാനുള്ള എക്സോതെർമിക് റിയാക്ഷൻ, ഹീറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയ്ക്കാനുള്ള എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും. ഇത്രയേ. ഇനി അമോണിയയുടെ നിർമ്മാണത്തിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഹീറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഈ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന മോളിക്യൂൾസ് ഒരു മിനിമം എനർജി വേണം. നമ്മൾ അതിനെ ത്രെഷോൾഡ് എനർജി എന്ന് പറയും. എന്തെന്ന് പറയും? ത്രെഷോൾഡ് എനർജി. ഓക്കെ, ത്രെഷോൾഡ് എനർജി എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ഈ ത്രെഷോൾഡ് എനർജി ഉള്ള അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന മോളിക്യൂൾസിൻ്റെ എനർജി കുറയും. അതുകൊണ്ട് ഒരുപാട് മോളിക്യൂൾസ് ഒന്നും കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടത്തില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഹീറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മൾ എത്ര ഡിഗ്രി സെൽഷ്യസാണ്? 450 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന മോളിക്യൂൾസിന് മിനിമം എനർജി വേണം. ത്രെഷോൾഡ് എനർജി എന്ന് പറയും. ആ ഒരു മിനിമം എനർജി കിട്ടാനായിട്ട് നമുക്ക് എന്ത് വേണം അവിടെ? ഈ മോളിക്യൂൾസിന് ഹീറ്റ് കൊടുത്തേ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് അമോണിയയുടെ നിർമ്മാണത്തിൽ എത്ര ഡിഗ്രി സെൽഷ്യസ്? 450 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? ശരി, ഇത്രയായപ്പോഴേക്കും നമ്മുടെ ഫോക്കസ് ഏരിയ തീർന്നു. ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക് കൂടി ഉണ്ടായിരുന്നു. ഏതാണടേ? നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റലിസ്റ്റ് ആണ് അല്ലേ? സോ കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. ഇതിനാണല്ലോ പോസിറ്റീവ് കാറ്റലിസ്റ്റും അതേപോലെ തന്നെ നെഗറ്റീവ് കാറ്റലിസ്റ്റും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത്, നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത്. സോ നമ്മളിവിടെ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് കരുതുക. ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ
പ്രോഡക്റ്റ് ഉണ്ടാവില്ലേ? പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് റിയാക്ഷൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും കൂടും. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നതനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും കൂടും. ഓക്കെ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തും. സോ കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെമിക്കൽ ഇക്വിലിബ്രിയം വളരെ വേഗം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ യൂസസ് എന്നൊക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. സോ അതൊന്നും ഫോക്കസ് ഏരിയ വരുന്നതല്ല, എന്നാലും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഓക്കെ, നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ അത് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ആ ടൈമിൽ നമുക്ക് പറയാം. പിന്നെ സാൾട്ടുകളുമായിട്ടുള്ള റിയാക്ഷൻ, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഈ നേച്ചറൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ പറയാത്തത് കൊണ്ട് മാത്രമാണ് അത് സ്കിപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ സൾഫേറ്റില്ല എൻ്റെ പ്രസൻസ്. ഓക്കെ, തന്നിരിക്കുന്ന ഒരു സാൾട്ട് സൾഫേറ്റ് ആണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് ഫോക്കസ് ഏരിയ പറയാത്തത് കൊണ്ട് അത് ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പോഴത്തേക്ക് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ കഴിയും.